ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഒരു കാച്ചെണ്ണയുടെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല എഫക്റ്റീവായ ഒരു കാച്ചെണ്ണയാണിത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി 2 കറ്റാർവാഴ എടുത്ത് ഇതുപോലെ സൈഡ് ചീകി രണ്ടായി മുറിച്ചൊരു പാത്രത്തിൽ ഇറക്കി വയ്ക്കണം. ഇതിലൊരു മഞ്ഞ കറയുണ്ട്, അത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1 പിടി കറിവേപ്പില, 1 പിടി മൈലാഞ്ചി ഇല, 15 ചുവന്നുള്ളി, 2 ടീസ്പൂൺ ഉലുവ 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തത്. ഇത്രയും ആദ്യം ഒന്ന് ചെറുതായി അരച്ചെടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് 1 പിടി ബ്രഹ്മി, കയ്യന്യം 1 പിടി. കയ്യന്യം കൂടുതലിടുന്നത് നല്ലതാണ്. എനിക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിടുന്നത്. ഇനി 4 പച്ചനെല്ലിക്ക ചെറുതായി അരിഞ്ഞെടുത്തത്. ഇനി ഇതിലേക്ക് കറ്റാർവാഴ ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഇതിലെ കറയെല്ലാം പോയിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. കുരുമുളക് തലനീരർക്കം ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. ഇനി ഇത് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്ത ഈ കൂട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണെങ്കിൽ വളരെ നല്ലതാണ്. ഞാനിവിടെ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ കൂട്ട് ചട്ടിയിലേക്ക് ഇട്ട ശേഷം എണ്ണ കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ 1/2 ലിറ്റർ എണ്ണയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ എടുക്കാവുന്നതാണ്. എണ്ണ കാച്ചാനായിട്ട് വാങ്ങുമ്പോൾ എപ്പോഴും ചക്കിലാട്ടിയ വെളിച്ചെണ്ണ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ആട്ടിയ വെളിച്ചെണ്ണയാണ് 1/2 ലിറ്റർ ഉപയോഗിക്കുന്നത്. കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേണം സ്റ്റൗ ഓൺ ചെയ്യാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ബാക്കി എണ്ണ കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇത് കട്ട പിടിച്ച് കിടക്കാതെ നന്നായി തവി കൊണ്ട് മിക്സ് ചെയ്യേണ്ടതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തീ കുറച്ചിട്ട് വേണം എപ്പോഴും എണ്ണ കാച്ചുവാൻ. ബാക്കി എണ്ണ കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്യാം. ആദ്യം 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗ ഓൺ ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കണം. ഇനി പെട്ടെന്ന് എണ്ണയുടെ കളറൊക്കെ മാറി വരും. ഇത് കണ്ടോ, ഇപ്പോൾ എണ്ണയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ടൈം എടുക്കും. ഞാൻ എടുത്തപ്പോൾ 1.25 മണിക്കൂർ ടൈം എടുത്തു എനിക്ക്. വളരെ എഫക്റ്റീവായൊരു എണ്ണയാണിത്. മുടി വളരാനും നല്ല ആരോഗ്യമുള്ള മുടി ഉണ്ടാവാനും മുടി കൊഴിച്ചിൽ നിൽക്കാനും താരൻ മാറാനും ഒക്കെ വളരെ നല്ലതാണ്.
കയ്യന്യവും മൈലാഞ്ചിയും ഒക്കെ ചേർത്തിനാൽ മുടിക്ക് നല്ല കറുപ്പ് നിറവും കിട്ടും. ബ്രഹ്മി നല്ല ഓർമ്മശക്തിക്കൊക്കെ വളരെ നല്ലതാണ്. കൂടുതൽ ബ്രഹ്മി ചേർത്താലും കുഴപ്പമില്ല. എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഒരു പിടി ചേർത്തത്. കയ്യന്യവും ബ്രഹ്മിയും ഒക്കെ തന്നെ അങ്ങാടി മരുന്ന് കടയിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. എണ്ണയുടെ നിറം നന്നായി മാറി വരുന്നുണ്ട്. ഇനി ഇത് കുറുകി വരും. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഒരു ചെളിപ്പരുവാകും. അപ്പോഴേക്കും നമ്മൾ തീ ഓഫ് ചെയ്ത് വയ്ക്കണം. ഓഫ് ചെയ്തതിന് ശേഷം 12 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം വീണ്ടും തിളപ്പിച്ച് എടുക്കേണ്ടതാണ്. ഞാനിത് വൈകുന്നേരം ഉണ്ടാക്കി പിറ്റേ ദിവസം രാവിലെയാണ് ബാക്കി ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ചെളി പരുവമായിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. എന്നിട്ട് ഇത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും വീണ്ടും തിളപ്പിച്ച് എടുക്കണം. ഓഫ് ചെയ്ത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ ഇതുപോലെ എണ്ണ മുകളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് സ്റ്റൗ ഓൺ ചെയ്യാം. ഇത്രയും നേരം ഇരുന്നപ്പോഴേക്കും ആ പച്ചമരുന്നിൻ്റെയൊക്കെ ഗുണങ്ങളെല്ലാം എണ്ണയിലേക്ക് പിടിച്ചിട്ടുണ്ട്. എണ്ണയുടെ നിറം തന്നെ മാറിയിട്ടുണ്ട്, പച്ച നിറമായിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴേക്കും എണ്ണ മേലെ തെളിഞ്ഞു വരാൻ തുടങ്ങും. ഇപ്പോൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. എണ്ണ നന്നായി മൂത്ത് വരുന്നുണ്ട്. ഇനി ഇത് കയ്യിലെടുത്ത് ഉരുട്ടി നോക്കണം. ചെളി ഉരുണ്ട് വരും പോലെ ഉരുണ്ട് വരും. അതാണ് ഇതിൻ്റെ പാകം. ഉരുട്ടിയെടുക്കാൻ പറ്റും ഇത്. ഇപ്പോൾ എണ്ണ നന്നായി മൂത്ത് വരുന്നുണ്ട്. പാകമായോ എന്ന് നമുക്ക് ഉരുട്ടി നോക്കാം. നല്ല ചൂടാണ്. എണ്ണ നന്നായി പതഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൂടി ഇളക്കി കൊടുക്കേണ്ടതാണ്. ചട്ടിയുടെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായി തണുക്കണം. തണുത്ത് കഴിയുമ്പോൾ ഒരു വെളുത്ത തുണി എടുത്ത് അതിലേക്ക് അരിച്ച് എടുക്കേണ്ടതാണ്. ഇതുപോലെ തുണി വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി പിഴിഞ്ഞെടുക്കണം. നല്ല പച്ച നിറമാണ് എണ്ണയ്ക്ക്. നല്ലൊരു മണവും ഉണ്ട്. ഈ എണ്ണ രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ കുളിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ തേക്കുകയോ ചെയ്യാവുന്നതാണ്. എണ്ണ
അരിച്ചെടുത്തിട്ടുണ്ട്. ഈ എണ്ണ ഇനി ഒരു കുപ്പിയിലേക്ക് മാറ്റി എടുക്കാവുന്നതാണ്. ആവശ്യത്തിന് എടുത്ത് തലയിൽ വയ്ക്കാവുന്നതാണ്. പിഴിഞ്ഞെടുത്ത ശേഷം ബാക്കി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആയിരിക്കും. എണ്ണ റെഡിയായിട്ടുണ്ട്. ഈ കുപ്പിയിൽ ഒരു കുപ്പി എണ്ണയായിരുന്നു ഞാൻ കാച്ചാനായി എടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. കുറച്ച് കുറവേ വന്നിട്ടുള്ളൂ. താരൻ പോകുന്നതിനും മുടി കൊഴിച്ചിൽ നിൽക്കുന്നതിനും മുടി സമൃദ്ധമായി വളരുന്നതിനും നല്ല ഉറക്കത്തിനും എല്ലാത്തിനും വളരെ നല്ലൊരു എണ്ണയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.